റസൂൽ പൗലോസ് റുമാനിയക്കാർക്കെഴുതിയ റിസാലാത്ത് അധ്യായം 2. അല്ലയോ മനുഷ്യ, നീ ആരു തന്നെ ആയാലും മറ്റൊരുവനെ ഹിസാബാക്കുമ്പോൾ നിന്റെ ഹിസാബിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ല. മറ്റുള്ളവരെ ഹിസാബാക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് ഹിസാബാക്കുന്നത്. കാരണം ഹിസാബ് ചെയ്യുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. അത്തരം അമലുകാരുടെ മേലുള്ള അള്ളാഹുവിൻ്റെ ഹിസാബ് ഹക്കായതാണെന്ന് നമുക്കറിയാം. ഇത്തരം അമലുകാരെ ഹിസാബാക്കുകയും എന്നാൽ ആ അമലുകാരെപ്പോൾ തന്നെയാവുകയും ചെയ്യുന്ന മനുഷ്യ, നാളെ മഹ്ശറിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ? അതോ അവൻ്റെ ധാരാളമായ റഹ്മത്തും സഹിഷ്ണുതയും സബൂറും നീ നിസ്സാരമായി കരുതുകയാണോ ചെയ്യുന്നത്? നിന്നെ തൗബയിലേക്ക് നയിക്കുകയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? എന്നാൽ അള്ളാഹുവിൻ്റെ നീതിയുള്ള ഹിസാബ് വെളിപ്പെടുന്ന കോപത്തിൻ്റെ ഖിയാമത്തിലേക്ക് നീ നിന്റെ കഠിനവും തൗബയില്ലാത്തതുമായ കൽബും മൂലം നിനക്ക് തന്നെ ശിക്ഷ കൂട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. എന്തെന്നാൽ ഓരോരുത്തർക്കും അവരവരുടെ അമലുകൾക്കനുസരിച്ച് ജായിസായി നൽകും. സ്വാലിഹായ അമലിൽ സ്ഥിരതയോടെ നിന്ന് തംജീദും ആദരവും അനശ്വരതയും അന്വേഷിക്കുന്നവർക്ക് അവൻ ഹയാത്തുൽ അബദിയ നൽകും. സ്വാർത്ഥരായി ഹക്കായതിനെ അനുസരിക്കാതെ ഷർറായതിനെ അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഷർറായ അമല് ചെയ്യുന്ന ഏതൊരാൾക്കും ആദ്യം ജൂതനും പിന്നെ യുനാനിക്കും കഷ്ടവും സങ്കടവും ഉണ്ടാകും. എന്നാൽ ഖൈറായ അമലുകൾ ചെയ്യുന്ന ഏതൊരാൾക്കും ആദ്യം ജൂതനും പിന്നെ യുനാനിക്കും തംജീദും ബഹുമാനവും സലാമത്തും ഉണ്ടാകും. കാരണം അള്ളാഹുവിൻ്റെ ഹളറത്തിൽ മുഖവശമില്ല. ശരീഅത്തില്ലാതെ പാപം ചെയ്തവരെല്ലാം ശരീഅത്തില്ലാതെ ഫസാദായി പോകും. അള്ളാഹുവിൻ്റെ ശരീഅത്ത് ഉണ്ടായിട്ടും പാപം ചെയ്തവരൊക്കെയും ശരീഅത്തിനാൽ ഹിസാബാക്കപ്പെടും. കാരണം അള്ളാഹുവിൻ്റെ ശരീഅത്ത് കേൾക്കുന്നവരല്ല അള്ളാഹുവിൻ്റെ ഹളറത്തിൽ സ്വാലിഹീങ്ങൾ. ശരീഅത്ത് അനുസരിക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ. ശരീഅത്ത് ലഭിച്ചിട്ടില്ലാത്ത ജൂതരല്ലാത്തവർ ശരീഅത്തിലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ ശരീഅത്ത് ഇല്ലാത്ത ജൂതരല്ലാത്തവർ അവർക്ക് തന്നെ ഒരു ശരീഅത്ത് ആവുകയാണ് ചെയ്യുന്നത്. ശരീഅത്തിൻ്റെ അമലുകൾ അവരുടെ കൽബുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ ഉറപ്പിക്കുന്നു. അവരുടെ മനസ്സാക്ഷി അതിന് ഷഹാദത്ത് നൽകുന്നു. അവരുടെ ഫിക്കറുകൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യും. ഞാൻ ഖുതുബ പറയുന്ന ഇഞ്ചീലനുസരിച്ച് അള്ളാഹു ഈസാ അൽ മസീഹിലൂടെ ഇൻസാനിയത്തിൻ്റെ രഹസ്യ ജീവിതത്തെ ഹിസാബാക്കുന്ന ദിവസം ഇതും വെളിപ്പെടും. എന്നാൽ നീ നിന്നെ തന്നെ ജൂതനെന്ന് വിളിക്കുകയും ശരീഅത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. കൂടാതെ അള്ളാഹുവിൽ അഭിമാനം കൊള്ളുന്നു. നിനക്ക് ശരീഅത്തിൽ തഅലീം ലഭിച്ചിട്ടുള്ളതിനാൽ അള്ളാഹുവിൻ്റെ മശീഹത്ത് അറിയുകയും അലീമത്തായതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. എൽമിൻ്റെയും ഹഖീഖത്തിൻ്റെയും മഅന ശരീഅത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്നു. അതിനാൽ നീ അന്ധന്മാർക്ക് വഴികാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചവും ജാഹിലുകൾക്ക് മുഅല്ലിമും കുട്ടികൾക്ക് ഉസ്താദുമാണെന്ന് നിനക്ക് ഉറപ്പുമുണ്ടല്ലോ. മറ്റുള്ളവർക്ക് തഅലീം കൊടുക്കുന്ന നീ നിന്നെ തന്നെ തഅലീം ചെയ്യാത്തതെന്ത്? മോഷ്ടിക്കരുത് എന്ന് ഖുതുബ പറയുന്ന നീ മോഷ്ടിക്കുന്നുവോ? ജിന ചെയ്യരുതെന്ന് പറയുന്ന നീ ജിന ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ പള്ളിയെ കൊള്ളയടിക്കുന്നു. ശരീഅത്തിൽ അഭിമാനിക്കുന്ന നീ ശരീഅത്ത് ലംഘിച്ച് അള്ളാഹുവിനെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം അള്ളാഹുവിൻ്റെ നാമം ജൂതരല്ലാത്തവരുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നീ ശരീഅത്ത് അനുസരിക്കുന്നവനാണെങ്കിൽ സുന്നത്ത് കർമ്മം നല്ലത് തന്നെയാണ്. ശരീഅത്ത് ലംഘിക്കുന്നവനാണെങ്കിലോ നീ സുന്നത്ത് കർമ്മം കഴിക്കാത്തവനോട് തുല്യമായി തീരുന്നു. അതുകൊണ്ട് സുന്നത്ത് കർമ്മം ചെയ്തിട്ടില്ലാത്ത ജൂതനല്ലാത്തവൻ ശരീഅത്ത് പാലിച്ചാൽ സുന്നത്ത് കർമ്മം ചെയ്തവനായി അള്ളാഹു അവനെ കരുതുകയില്ലേ? സ്വന്തം ശരീരത്തിൽ സുന്നത്ത് കർമ്മം നടത്താതെ ശരീഅത്ത് അനുസരിക്കുന്നവർ അള്ളാഹുവിൻ്റെ ശരീഅത്ത്, സുന്നത്ത് കർമ്മം എന്നിവ ഉണ്ടായിട്ടും ശരീഅത്ത് ലംഘിക്കുന്ന നിന്നെ ഹിസാബ് ചെയ്യും. കാരണം പുറമേ ജൂതനായിരിക്കുന്നവനല്ല ഹഖീഖത്തായ ജൂതൻ. ഹഖീഖത്തായ സുന്നത്ത് കർമ്മം ശരീരത്തിന്മേൽ ചെയ്യുന്ന ഒന്നല്ല. ഉള്ളിൽ ജൂതനായിരിക്കുന്നവനാണ് ഹഖീഖത്തായ ജൂതൻ. എഴുത്തിലല്ല ആത്മീയമായതും
കൽബിൽ നടക്കുന്നതുമായ സുന്നത്ത് കർമ്മമാണ് ഹഖീഖത്തായ സുന്നത്ത് കർമ്മം. അങ്ങനെയുള്ളവന് മദ്ഹ് ലഭിക്കുന്നത് ഇൻസാനിൽ നിന്നല്ല, അള്ളാഹുവിൽ നിന്ന് തന്നെ മദ്ഹ് ലഭിക്കും.